ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ലംഘിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്നും പോലീസിന് മുന്നിൽ ഹാജരാകില്ല. ഇരുവരും മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിലെത്തി. രഘുനാഥ് വിവരങ്ങളുമായി ചേരുന്നു. രഘു, ഈ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ എല്ലാവരും, ഏത് പൗരനാണെങ്കിലും, അത് പോലീസുകാരനാണെങ്കിലും അംഗരക്ഷകനാണെങ്കിലും ആരാണെങ്കിലും എത്തുക എന്നുള്ളതാണല്ലോ. ഇവിടെ എന്താണ്, ഇന്നും മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകേണ്ടതുള്ളത് കൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്നാണോ ഈ അംഗരക്ഷകർ പോലീസിനെ അറിയിച്ചത്? അതെ, അതും ഇമെയിൽ മുഖേനയാണ് ആലപ്പുഴ സൗത്ത് പോലീസിന് ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ നൽകാനുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികളുള്ളത് കാരണം ഹാജരാകാനാകില്ല. അതൊരു നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നോക്കിയാൽ തന്നെ അതൊരു വെറും ന്യായമാണ്, വെറും ഒരു എക്സ്ക്യൂസ് ആണെന്ന് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിക്ക് ഇന്ന് ഔദ്യോഗിക പരിപാടികൾ എന്ന് പറയുന്ന അദ്ദേഹം നിയമസഭയിലാണ്. നിയമസഭയിൽ അത്തരത്തിൽ അംഗരക്ഷകൻ്റെ വലിയൊരു സുരക്ഷയൊന്നും നൽകേണ്ട കാര്യം നിലവിലില്ല. കാരണം നിയമസഭ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയാൽ മതി. അതിന് സ്ഥിരം അംഗരക്ഷകനൊന്നും അദ്ദേഹത്തിന് വേണ്ട കാര്യമില്ല. വലിയ പോലീസ് സന്നാഹമുണ്ട് എന്ന് മാത്രമല്ല, നിയമസഭയിൽ എത്രത്തോളം സുരക്ഷയുണ്ട്, അവിടുത്തെ സന്ദർശക ഗ്യാലറിയിലേക്ക് വരാൻ പോകും എത്രത്തോളം സുരക്ഷ കടമ്പകൾ കടക്കണം എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുമാണ്. എന്നു മാത്രവുമല്ല, ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. സ്വാഭാവികമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു പൗരൻ പരാതി ഏതെങ്കിലും കേസിൽപ്പെട്ട് പ്രതിയായി ചെയ്യുന്ന പോലെയുള്ളൊരു സ്വീകരണമോ ട്രീറ്റ്മെൻറ്റോ ആയിരിക്കില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരെ വേഗത്തിൽ വിടും. അങ്ങേ അറ്റം പോയാൽ 1 മണിക്കൂറാണ് ഇവർക്ക് നിയമസഭ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ടി വരിക. അതിന് പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലും തിരിച്ചും എത്തേണ്ട ഒരു സമയം കൂടിയുണ്ട്. അങ്ങേ അറ്റം പോയാൽ 1 ദിവസത്തെ മെനക്കേട് മാത്രമേ അതിനുള്ളൂ. എന്തായാലും ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസിൻ്റെ നിർദ്ദേശത്തിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ അത്രയേ വിലയെ നൽകുന്നുള്ളൂ എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ.